الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു നമ്മുടെ നമസ്കാരം പൂർണ്ണമായും സ്വീകരിക്കട്ടെ. പിഴവുകളെല്ലാം അള്ളാഹു പുറത്തു തരട്ടെ. നമുക്കെല്ലാം അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ലോകത്തെ ജീവിതം, ദുനിയാവിലെ ജീവിതം സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ചൂണ്ട് വിരൽ മുക്കിയിട്ട് എടുക്കുമ്പോൾ അതിൽ എത്രത്തോളം വെള്ളം ശേഷിക്കുമോ അത്രയേ ഉള്ളൂ ഈ ദുനിയാവിലെ ജീവിതം. പരലോക ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ വിരല് സമുദ്രത്തിൽ മുക്കിയിട്ട് പൊക്കിയെടുക്കുമ്പോൾ അതിൽ എത്ര വെള്ളം ശേഷിക്കും, അത് മാത്രമാണ് ദുനിയാവിലെ ജീവിതം. പരലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ദിവസം തന്നെ ദുനിയാവിലെ 1000 വർഷമാണ്. ദുനിയാവിലെ 1000 വർഷമാണ് പരലോകത്തെ ഒരു ദിവസത്തെ ജീവിതം. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണല്ലോ ചന്ദ്രൻ. ആ ചന്ദ്രനിൽ ഒരു സൂര്യോദയം ഉണ്ടാകണമെങ്കിൽ 28 ദിവസം. 28 ദിവസം നമ്മുടെ ഭൂമിയിലെ 28 സൂര്യോദയം ഉണ്ടെങ്കിലേ ചന്ദ്രനിൽ ഒരു സൂര്യോദയം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ ഇരട്ട സഹോദരൻ എന്നറിയപ്പെടുന്ന ശുക്രൻ 340 ചില്ലോന ദിവസങ്ങൾ എടുക്കും അവിടെ ഒരു സൂര്യോദയം ഉണ്ടാകണമെങ്കിൽ. ഇതുപോലെ ആഖിറത്തിലെ ഒരു സൂര്യോദയം നമുക്കുണ്ടാകണമെങ്കിൽ ദുനിയാവിന്റെ 1000 വർഷം ആകണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദുനിയാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. അപ്പൊ ഈ നിസ്സാരമായ ജീവിതത്തിന്റെ ഇടയിൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് പോകേണ്ടി വരും. അതിനെല്ലാം തരണം ചെയ്ത് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയാൽ കാലാകാലം ശേഷിക്കുന്ന ആഖിറത്തിലെ വലിയ വിജയം നമുക്ക് കിട്ടും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുന്നിലുള്ള ഒരു ചെറിയ ജീവിയാണ് ചിത്രശലഭം. ഈ ചിത്രശലഭത്തിന്റെ ജീവിതം ഒരു മുഅ്മിനിന്റെ ജീവിതവുമായിട്ട് വളരെയധികം സാമ്യതകളുള്ളതാണ്. ആ ചിത്രശലഭത്തിന്റെ ജനനം മുതൽ അതിന്റെ മരണം വരെയുള്ള ആ ജീവിതം നോക്കുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട്. അതിന്റെ ജീവിതത്തിന്റെ തുടക്കം ഏതെങ്കിലും ഇലകളുടെ അടിയിൽ കൊണ്ട് മുട്ടയിടും ചിത്രശലഭം. അങ്ങനെ ആ മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞ് പിന്നീട് പുറത്തേക്ക് വരുന്നത് ലാർവകൾ അഥവാ പുഴുവിന്റെ രൂപത്തിലുള്ള ഒരു ജീവിയായിരിക്കും. ആ പുഴുവായിട്ട് കുറെ നാൾ ജീവിച്ചിട്ട് പിന്നെ അത് പ്യൂപ്പയായി മാറും. പിന്നീടാണ് അത് ചിത്രശലഭമാകുന്നത്. ഇനി ഓരോന്നും പറഞ്ഞു തരാം. ഇത് ഇലയുടെ അടിയിൽ മുട്ടയിടുന്നത് നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്നതായിട്ട് നമ്മളൊന്ന് സങ്കല്പിക്കുക. ആ മുട്ടയിൽ ചിത്രശലഭത്തിന്റെ കുഞ്ഞാകാൻ പോകുന്ന ഒന്ന് ഇരിക്കുന്നുണ്ട് ഇലയുടെ അടിയിൽ. അത് കുറെ നാളുകൾ ആ മുട്ടയിൽ ഇരുന്നിട്ട് മുട്ട വിരിയുന്നു. നമ്മളും ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും കുറെ നാൾ കിടന്നു പുറത്തേക്ക് വരുന്നു. പിന്നീട് പുറത്തേക്ക് വരുന്ന ആ പുഴു അഥവാ ലാർവ എന്ന് പറയുന്ന ഒന്ന് കാണാൻ വളരെ ഭംഗിയൊന്നുള്ളതല്ല. അതിന്റെ സഞ്ചാര വഴികൾ പിന്നീട് ഇലകള്, അതുപോലെ തന്നെ മുള്ളുകള്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ വളരെ ദുർഘടമായ പാതകളിലൂടെയായിരിക്കും ആ പുഴുവിന് പിന്നെ സഞ്ചരിക്കേണ്ടത്. നമുക്കും അതുപോലെ തന്നെ. ആ പുഴു തിന്നുന്നത് ചിലപ്പോൾ എരിവുള്ള ഇലകൾ തിന്നും, ചിലപ്പോൾ മധുരമുള്ള ഇലകൾ തിന്നും, ചിലപ്പോൾ പുളിയുള്ള ഇലകൾ തിന്നും. അതായത് വളരെ സുഭിക്ഷമായിട്ടുള്ള ആഹാരമായിരിക്കണമെന്നില്ല ആ പുഴുവിന് കിട്ടുന്നത്. എന്നതുപോലെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും പുറത്തു വന്ന നമുക്ക് ഇവിടെ കിട്ടുന്നത് എല്ലാം സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളോ ജീവിത അവസ്ഥകളോ ആകണമെന്നില്ല. ആ പുഴു ജീവിക്കുന്നത് പോലെ നമ്മൾ ഇവിടെ ജീവിക്കും. ആരും കണ്ടാൽ അതിനെ ഇഷ്ടപ്പെടുകയില്ല. കണ്ടാൽ ആട്ടി ഓടിക്കുന്ന തരത്തിൽ ഒരു വികൃതമായ രീതിയിലുള്ള പുഴുവായിട്ട് കുറെ നാളുകളിൽ ചിത്രശലഭത്തിന്റെ കുഞ്ഞാകുന്ന ഒന്ന് പുഴുവായി ഇങ്ങനെ ജീവിക്കും. അതായത് മനുഷ്യരാകുന്ന നമ്മളും ഈ പുഴുവിനെ പോലെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഇങ്ങനെ ജീവിക്കും. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോൾ ഈ പുഴു സ്വമേധയാ പ്യൂപ്പയാവും. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് തരിയുടെ ചീളുകളും അതുപോലെ ചെറിയ വിറകിന്റെ സൈഡ് പീസുകളും ഒക്കെ വെച്ചിട്ട് ഈ പുഴു സ്വന്തമായിട്ട് ഒരു ആവരണം ഉണ്ടാകും. അതിനാണ് പ്യൂപ്പ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ആവരണത്തിന്റെ ഉള്ളിൽ ഈ പുഴു കുറെ നാളിരിക്കും, കുറെ നാൾ അവിടെ താമസിക്കും. ആ ആവരണം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖബറാണ്.
ഖബറിൽ നാം കിടക്കുന്നത് പോലെ ആ പുഴു പിന്നീട് പോയി ആ പ്യൂപ്പയുടെ ഉള്ളിൽ നിശ്ചിത കാലം താമസിക്കും. അവിടെ താമസിച്ചിട്ട് കുറെ നാളുകൾ കഴിയുമ്പോ ഈ പ്യൂപ്പ അത് തുറക്കും, അതിന്റെ ആവരണം പൊളിയും. നമ്മളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ, നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ചെറിയ പുഴുക്കൾ ഇങ്ങനെ കൂടുകൂട്ടിയിരിക്കുന്ന, അതിതാണ് സംഭവം. അങ്ങനെ അതിന്റെ ആവരണം തുറന്നു കഴിഞ്ഞാൽ ആ കൂട് അഥവാ പ്യൂപ്പ തുറന്ന് പുറത്തേക്ക് വരുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മനോഹരമായ ചിറകുകളും കാണാൻ നല്ല ഭംഗിയും ആര് കണ്ടാലും നോക്കിപ്പോകുന്ന ആകർഷണീയമായിട്ടുള്ള രൂപസാദൃശ്യമുള്ള ചിത്രശലഭം, മനോഹരമായ ചിത്രശലഭമായിരിക്കും. നാമം ഖബറിൽ പോയി കിടന്ന് മുഅ്മിനായ നമ്മൾ ഖബറിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഈ ചിത്രശലഭങ്ങൾ പുറത്തേക്ക് വന്നതുപോലെ ചിറകുകൾ വെച്ച് മനോഹരമായി ആരും കണ്ടാൽ നോക്കി നിൽക്കുന്ന മനോഹരമായ രൂപഭാവത്തോടുകൂടി നമുക്കും പറന്നു പോകണം, ചിത്രശലഭങ്ങൾ പറക്കുന്നത് പോലെ. എവിടേക്കാ പിന്നീട് ചിത്രശലഭങ്ങൾ പറക്കുന്നത്? ഇത്ര നാളും അത് കഴിച്ചിരുന്ന എരിവുള്ളതും കയ്പുള്ളതും പുളിയുള്ളതുമായിട്ടുള്ള ഇലകളല്ല ഇനി അത് തിന്നുന്നത്. മുള്ളുകൾ നിറഞ്ഞ ചെടികളുടെ ഇടകളിലൂടെയല്ല ഇനി അതിന്റെ സഞ്ചാരം. ഇനി ആ ചിത്രശലഭത്തിന്റെ സഞ്ചാരം നടക്കുന്നത് മനോഹരമായ പൂന്തോപ്പുകളിലൂടെയാണ്. പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന പൂന്തോപ്പുകളിലൂടെ ചിത്രശലഭം ഇങ്ങനെ പാറിപ്പറന്നു പോകുമ്പോൾ പിന്നീട് അതിന് കഴിക്കാനുള്ള ആഹാരം വളരെ രുചികരമായിട്ടുള്ള തേനുകളായിരിക്കും. ഇതുപോലെ മുഅ്മിനായ നാമം നമ്മുടെ ഖബറിൽ നിന്നും പുറപ്പെട്ട് പരലോകത്തിലേക്ക് മനോഹരമായ ചിറകുകൾ വെച്ചുകൊണ്ട് പാറിപ്പറന്നു പോയി സ്വർഗീയമായിട്ടുള്ള ആഹാരം, സ്വർഗത്തിൽ അല്ലാഹു വെച്ചിരിക്കുന്ന മനോഹരമായ വിരുന്ന്, അതിനെ ആസ്വദിക്കുന്നവരായിട്ട് നമ്മളും മാറണം. അതാണ് ഒരു മുഅ്മിനിന് ആ ഒരു ചിത്രശലഭത്തിൽ നിന്നും പഠിക്കേണ്ട പാഠം. അള്ളാഹു നമുക്കും അതുപോലെയുള്ള സ്വർഗത്തിലെ നല്ല വിരുന്ന് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റജബിന്റെ ഓരോ ദിവസങ്ങളും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.